ഇതാണ് പകര അഹ്സനി എന്ന് പറയുന്ന ആള്. പകര മുഹമ്മദ് ബാപ്പൂസിലാർ എന്ന് പറയുന്ന പകര അഹ്സനി, കാന്തപുരത്തിൻ്റെ ഏറ്റവും വലിയ വായാടിയായ പ്രബോധകൻ. ഇവനാണ് പറഞ്ഞത് ഏത്, അള്ളാഹുവിന് ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കണമെങ്കിൽ ഈ ഇരിക്കുന്ന ഞങ്ങളുടെ ഷെയ്ഖുനയോട് ആലോചിക്കാതെ അള്ളാഹു ഇവിടെ ഒന്നും തീരുമാനിക്കില്ല എന്ന്. അപ്പം നബിയെ കാണുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്, എന്നല്ലാതെ അതൊരു വലിയ മർത്തബയല്ല, അത് വലിയൊരു കിട്ടലായി മനസ്സിൽ വെക്കണം. നബിയെ കണ്ടത് എല്ലാവരോടും പറയാനും പാടില്ല. മഹാന്മാർ കണ്ടത് പറഞ്ഞിട്ടുണ്ട്, കിതാബുകളിൽ ഉപകാരപ്പെട്ട സ്ഥലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇമാം നബവി കണ്ടിട്ടുണ്ട്, മഹാന്മാരൊക്കെ കണ്ടിട്ടുണ്ട്, ഓക്കെ ഉസ്താദ് കണ്ടിട്ടുണ്ട്, കണ്ണിയത്ത് ഉസ്താദ് കണ്ടിട്ടുണ്ട്, ഷെയ്ഖുനാ സുൽത്താനുൽ ഉലമ കണ്ടിട്ടുണ്ട്. എന്നോട് പറഞ്ഞതാണ്, ഞാൻ 2 വട്ടം കണ്ടിട്ടുണ്ട് എന്ന്. ഞാനത് ഈ പൊതുവേദിയിലൂടെ പറയുന്നതിന് ഉസ്താദിന് ഇഷ്ടമുണ്ടോ എനിക്കറിയില്ല. ഞാൻ എന്നോട് പറയരുതെന്നും പറഞ്ഞിട്ടില്ല, പറയണമെന്നും പറഞ്ഞിട്ടില്ല. എന്നെപ്പറ്റി മത് പറയുന്നവരുണ്ട്, കുറ്റം പറയുന്നവരുണ്ട്, ഞാനൊന്നിലേക്കും ശ്രദ്ധിക്കാറില്ല എന്നാണ് ഷെയ്ഖുന എന്നോട് പറഞ്ഞത്, എന്നല്ലാതെ പറയരുതെന്ന് പറഞ്ഞിട്ടില്ല. ഏതായിരുന്നാലും എത്രയോ ആളുകൾ കണ്ടവർ എൻ്റെ കുടുംബത്തിലുണ്ട്, എൻ്റെ കൂട്ടുകാരിലുണ്ട്, സ്ത്രീകളിലുണ്ട്, പെൺകുട്ടികളിലുണ്ട്, ചെറുപ്പക്കാരി പെൺകുട്ടികളിലുണ്ട്. സുബ്ഹാനല്ലാഹ്, വിഷയത്തിലേക്ക് ഇറങ്ങിയാൽ കണ്ണുകൾ നിറഞ്ഞു പോകും. അല്ലാഹ് അത്രയും കൃപയിൽ റസൂലുള്ളാഹി ഓരോ കാര്യങ്ങൾ ദൂരെ കിടക്കുന്നതായി നമുക്ക് തോന്നുന്ന നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരികിൽ നിൽക്കുന്ന പോലെ കൃപ കാണിച്ച് ഉറക്കത്തിലും മറ്റും വന്ന് സാമ്പത്തിക ഞെരുക്കങ്ങളെ ഘട്ടത്തിൽ സമാധാനിപ്പിച്ച സംഭവങ്ങൾ എത്രയാണ്. പൈസ കൊടുത്ത ആളുകളെ എനിക്കറിയാം. ഈ തലയെക്കെട്ടും താടി, ഈ കള്ളക്കരച്ചിലും നമ്മളാരെയും കാഫറാക്കല്ല. കാരണം അവരുടെ ഓരോരുത്തരുടെ വിശ്വാസവും വായും പ്രവൃത്തിയുമാണ്. അള്ളാഹുവിനെ നിഷേധിച്ചാൽ അവൻ കാഫിറാണോ, അവനെ മുസ്ലിമാണോ? കാഫറിന്റെ അർത്ഥം അറബിയിലാണ് കാഫിർ, അതിന്റെ മലയാളത്തിലെ അർത്ഥം എന്താ? നിഷേധി എന്നാ. ആരെ നിഷേധിച്ചു, എന്തിനെ നിഷേധിച്ചു, എങ്ങനെ നിഷേധിച്ചു, എന്താ നിഷേധിച്ച വാചകം? അള്ളാഹുവിന് ഇവൻ ഈ പറയുന്ന തലയെക്കെട്ടും താടിയും വെച്ച ഈ പകര മുഹമ്മദ് അഹ്സനി എന്ന് പറഞ്ഞ ഇവൻ അള്ളാഹുവിനെയാണ് നിഷേധിക്കുന്നത്. എന്താ അവന്റെ വാചകം എന്നറിയാവോ? ഈ ഇരിക്കുന്ന അള്ളാഹു ഇനി ഇവിടെ എന്തെങ്കിലും തീരുമാനിക്കണമെങ്കിൽ ഈ ഇരിക്കുന്ന ഞങ്ങളുടെ ഉസ്താദിനോട് ആലോചിക്കാതെ അള്ളാഹു ഇവിടെ ഒന്നും തീരുമാനിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു തീരുമാനിക്കാൻ. ഇപ്പം ഞാൻ ഒരാളിനോട് ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരാളിനോട് ആലോചിച്ച് തീരുമാനിക്കുക എന്നേക്കാൾ കൂടിയ ഒരാളിനോടല്ലേ, എന്നേക്കാൾ കുറഞ്ഞ ആളിനോട് ഞാൻ പോകേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അത് പ്രായക്കാരോ അത് ഏത് കൊണ്ടായാലും, പദവി കൊണ്ടോ, ജോലി കൊണ്ടോ, പ്രായം കൊണ്ടോ, കുടുംബം കൊണ്ടോ, ഗോത്രം കൊണ്ടോ, ഏത് രീതിയിലായാലും ഒന്നീ സമം രീതിയിലുള്ള, അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലുള്ള, അതിനേക്കാൾ താഴെക്കടയിൽ നമ്മൾ ആരും ആലോചിക്കാൻ പോകില്ലല്ലോ. അങ്ങനത്തെ സ്ഥിതിക്ക് അള്ളാഹു ഈ ദുനിയാവിൽ എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കണമെങ്കിൽ, ദുനിയാവിലും ആഖിറത്തിലും തീരുമാനിക്കണമെങ്കിൽ കാന്തപുരത്തോട് ആലോചിക്കാതെ നിന്നപ്പോൾ അള്ളാഹുവിനേക്കാൾ കൂടിയ ആളാകണ്ടേ കാന്തപുരം. അപ്പൊ കാന്തപുരം ജീവിച്ചിരിക്കെ കാന്തപുരത്തോട് ആലോചിക്കാതെ അള്ളാഹു തീരുമാനിക്കില്ല എന്ന് പറഞ്ഞാൽ ഇവൻ ആരാ? അത് കേട്ട് അത് വിഴിഞ്ഞ കാന്തപുരം ആരാ? മനസ്സിലാക്കാൻ നമ്മൾ എന്താണ് ഇവന്റെയൊക്കെ ദീനത, ഇവന്റെയൊക്കെ വിശ്വാസം എന്താണ്. ഇപ്പൊ ഇവൻ പറയുന്നത് എന്താ? അള്ളാഹുവിന് ഇപ്പൊ റസൂലിനെ അങ്ങനെ ഒരുപാട് പേര് കണ്ട്, അവന്റെ കുടുംബത്തിലുണ്ട്, ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, ചെറുപ്പക്കാർത്തികളുണ്ട്, ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. എന്നിട്ട് സാമ്പത്തിക ഞെരുക്കമുള്ളവർക്കെല്ലാം റസൂൽ അങ്ങനെ പൈസയും കൊണ്ടുവന്ന് കൊടുത്തത്. റസൂലിന്റെ അടുത്ത് കിടക്കുന്ന സഹാബാക്കള് പട്ടിണിയും പരിവട്ടവുമായിട്ട് ഒരു നേരം പോലും ആഹാരം കഴിക്കാനില്ലാതെ വർഷങ്ങളോളം വേറും വെള്ളവും കുടിച്ച് പച്ചിലകളും തിന്ന് ജീവിച്ചിട്ട് ആ സഹാബാക്കൾക്ക് കൊടുക്കാൻ റസൂലിൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നെങ്കിൽ, അങ്ങനെ മനസ്സില്ലാത്ത റസൂലാണ് ഇവൻ്റെയൊക്കെ കുടുംബത്തിൽ പൈസയും കൊണ്ട് നടക്കുന്ന മദീനയിൽ വഫാത്തായി കിടക്കുന്ന റസൂൽ സല്ലല്ലാഹുവിന്റെ ആ ഭൗതിക ശരീരം ഇഞ്ഞ് ഇവൻ്റെയൊക്കെ ഈ മലപ്പുറം ജില്ലയിൽ ഇവൻ്റെയൊക്കെ വീടുകളിൽ പണവും കൊണ്ട് ചെന്നെന്ന്. എന്താ ഇവനൊക്കെ തട്ടി ഇവിടുന്ന് ഇവൻ്റെയൊക്കെ പെരടി ഓക്കെ. ഇവനൊക്കെ പിടിച്ച് പുറത്താ താടിക്ക് ആളില്ലാത്തോണ്ടല്ലേ ഈ കള്ളത്താടിയും വെച്ചടക്കുന്നത്. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, വേറെ ആൾക്കാർ ഇതിനേക്കാൾ മോശമായ രീതിയിലാന്ന് കേട്ടിട്ട് പറയുന്നത്. ദേഷ്യം കൊണ്ടാണ് ഇത്രയും പറയുന്നത്. ഇവനൊക്കെ അള്ളാഹുവിനെ, അള്ളാഹിന്റെ റസൂലിനെ പരിഹസിക്കുന്ന സഹാബാക്കൾ എത്രയോ പേര് അള്ളാഹിന്റെ റസൂലിനെ ഒന്ന് സ്വപ്നത്തിലെങ്കിലും ദർശിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട്. റസൂലിനെ സ്വപ്നത്തിലെങ്കിലും കാണണേ നമ്മൾ വളരെ ആഗ്രഹമാണത്. അവൻ എന്താ പറയുന്നത്? അവന്റെ ഓക്കെ എന്ന് പറഞ്ഞാൽ എന്താ ഓക്കെ? ഒരു ഓക്കെ ഉസ്താദ്, കണ്ണിയത്ത് ഉസ്താദ്, സുൽത്താനുലമ കണ്ടിട്ടുണ്ട്. സുൽത്താനുലമ അതായത് കാന്തപുരം ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് പിന്നെ കാന്തപുരത്തെ കുറിച്ച് എല്ലാവരും മദ്ഹം പറയും, അവഗണിക്കുകയും ചെയ്യും, എന്നാലും ഒന്നും പറയില്ല. അതുകൊണ്ട് ഉസ്താദിനോട് പറയാൻ പറഞ്ഞില്ല. ഉസ്താദിന് പൊരുത്തമുണ്ടോ ഇല്ലോ? റസൂലിനെ കണ്ട വിവരം പറഞ്ഞത് പുറത്ത് പറഞ്ഞ പൊരുത്തക്കേട്. അപ്പൊ എന്ത് ഉസ്താദ് ആ ഉസ്താദിന്റെ പദവി?
റസൂലുള്ളാഹിനെ കാണുക എന്ന് പറഞ്ഞ ഏറ്റവും മഹത്തരമായ കാര്യം. അത് പുറത്തു പറയാൻ പാടില്ലേ? അതൊക്കെ എങ്ങനെ നമുക്ക് തള്ളാം, ആ വാചകം തള്ളാം. പക്ഷെ ഇവൻ പറഞ്ഞെന്താ, പൈസയും കൊണ്ട് ഇന്നാടത്തൊക്കെ പൈസ കൊണ്ട് കൊടുത്തിട്ടുണ്ടോ റസൂലുള്ളാഹിന്റെ വട്ടിപ്പലിശ കമ്പനിയാണോ? പൈസയും കൊണ്ട് അതാ ഉണ്ടി കച്ചവടോ? ഇവന്റെയൊക്കെ വർത്താനം കേട്ടത്തൊന്ന് ഇത് മറ്റുള്ള മതക്കാർ കേട്ടാൽ എന്താ തോന്നുന്നു, മരിച്ചുപോയ എന്നോ വഫാത്തായിപ്പോയ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവന്റെയൊക്കെ വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടപ്പോൾ പൈസയും കൊണ്ട് എന്ത് പോകൃത്തനാണ് അവനൊക്കെ പറയുന്നത്. വാക്കുകൾ നമ്മളെ കൊണ്ട് പറയിക്കുകയാണ് അവനൊക്കെ. ഇതൊക്കെയാണോ ദീന്? ഇവനാണോ ദീൻ ഇവനെയും അവന്റെ നേതാവായ സുൽത്താനുൽ ഉലമ എന്ന് പറയുന്ന കാന്തപുരമാണോ ഇവനൊക്കെ ദീൻ പ്രചരിപ്പിക്കുന്നവർ? ഇവർക്ക് ദീനിനെ എങ്ങനെ നശിപ്പിക്കാമോ, റാഫിളിയാക്കളും ഖവാരിജികളും മുനാഫിക്കുകളും എങ്ങനെ ദീൻ നശിപ്പിച്ചോ അതിനേക്കാൾ അവരാരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കിതാബുകളിൽ രേഖപ്പെടുത്തണം. അങ്ങനെയൊന്നും എവിടെയും കാണുന്നില്ല. ഉണ്ടെന്ന് ഏതെങ്കിലും ഇവരുടെ ഈ കള്ള താടിയും വെച്ച് നടക്കുന്ന ഏവനെങ്കിലും ഒന്ന് രേഖപ്പെടുത്തട്ടെ, ഒന്ന് പരസ്യപ്പെടുത്തട്ടെ, ഇന്ന കിതാബ് ഇന്നതുപോലെയാണെന്ന്. റസൂലുള്ളാഹിക്ക് ഇന്ന പരിപാടികൾ റസൂൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഓരോ വീട്ടിൽ പൈസയും കൊണ്ടാണെന്ന്. എവൻ്റെ കുടുംബത്തിൽ കേരളത്തിൽ എല്ലാ റസൂലുള്ളാഹി കേരളത്തിലാണ്, അതായത് സമസ്ത രൂപീകരിച്ചതിന് വേറെ ഒരു വലിയ ഒരു ഈ മൂല്യന്മാരുടെ വലിയ സമ്മേളനത്തിൽ ഒരുത്തൻ തട്ടിവിട്ട എന്താ, ഈ ഉമ്മാരെല്ലാം ഇരിക്കുന്ന ഈ സർവ്വ സമസ്തക്കാരും കൂടെ കൂടിയിരുന്ന സമ്മേളനത്തിൽ ഉമ്മാർ തട്ടിവെന്താ, റസൂലുള്ള ഇവിടെ വന്ന് ഞങ്ങളുടെ ഈ സമസ്ത ഉദ്ഘാടനത്തിന് റസൂലുള്ള വന്നിരുന്ന ആമീൻ പറഞ്ഞിരിക്കുന്നു. റസൂലുള്ള വന്നിരുന്ന് ഈ സ്റ്റേജിൽ വന്നിരുന്ന ആമീൻ പറഞ്ഞത് കൊണ്ടാണ് ഈ സമസ്ത ഇന്നും നിലനിൽക്കുന്നത്. പടച്ചവനെ, ഇതൊക്കെ ഒരു മുസ്ലിമിന് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് ഇസ്ലാം? പിന്നെ എന്തിനാ നമ്മളൊക്കെ ഇസ്ലാമിൽ നിൽക്കുന്നത്? വേറെ പണിയൊന്നുമില്ല. ഇതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പോക്കൂടെ? രണ്ടും കെട്ട രീതിയിൽ മൃഗമായിട്ട് ജീവിച്ചൂടെ? ഇതാണ് ഇസ്ലാമെങ്കിൽ യവന്മാർ തിരിയപ്പെടുത്തുന്നത്. കാരണം ഇതൊന്നും സാധാരണക്കാരുടെ വിഷയമല്ല. ഇവൻ്റെയൊക്കെ വായും വയറും വളർത്താൻ വേണ്ടി അവൻ്റെയൊക്കെ കുടുംബത്തിനും അവൻ്റെയൊക്കെ മക്കൾക്ക് സ്വത്തും സമ്പാദ്യവും വലിയ വലിയ മാളികകളും ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും തെമ്മാടിത്തനം പറഞ്ഞ് ജനങ്ങളെ പൊട്ടീസാക്കി അവരെ ഇരിക്കുന്ന കാശും സ്വർണവും ചാപ്പാടും കൈക്കലാക്കുക. ഇതൊക്കെ തന്നെ. ഇതൊന്നും ആരും കൊടുത്തില്ലെങ്കിൽ അവനൊന്നും ഇതൊന്നും പറയില്ല. 70 അയലത്ത് വരില്ല ഇസ്ലാമിൻ്റെ.